ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വൃത്തികെട്ട 20 ദിവസങ്ങളായിരുന്നത്. എൻ്റെ പ്രഗ്നൻസി ജേർണീനെ കുറിച്ച് സംസാരിച്ചാലോ? എൻ്റെ പ്രഗ്നൻസി ജേർണീനെ കുറിച്ച് പറയാനാണെങ്കിൽ ആദ്യത്തെ 3 മാസം ഭയങ്കര അടിപൊളിയായിരുന്നു. ചെറിയ രീതിയിലുള്ള വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് തന്നെ എന്താ പറയുക, ഫുഡൊക്കെ കഴിച്ച് അത്യാവശ്യം ഗുഡ്മണി ആയിക്കൊണ്ടിരിക്കുമായിരുന്നു ഞാൻ. അതേപോലെ തന്നെ 3-ാം മാസം ആയപ്പോഴത്തേക്കും അനോമലി സ്കാനിങ് എന്ന് പറഞ്ഞൊരു സ്കാനിങ് വന്നിട്ടുണ്ടായിരുന്നു. ആ സ്കാനിങ്ങിൽ മോന് നേസൽ ബോൺ വന്നിട്ടില്ലായിരുന്നു ആ സമയത്ത്. ചില പിള്ളേർക്ക് 4 മാസമാവും വരാനായിട്ട്. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഡബിൾ മാർക്കർ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ചെയ്യുമായിരിക്കും. കുട്ടികൾക്ക് എന്തെങ്കിലും ഡൗൺ സിൻഡ്രോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് എങ്ങാണ്ട് അത്. അപ്പോൾ അതും ചെയ്തിട്ടുണ്ടായിരുന്നു. അനോമലി സ്കാനിങ്ങിൽ നേസൽ ബോൺ വന്നിട്ടുമില്ലായിരുന്നു. ഡബിൾ മാർക്കർ ചെയ്തപ്പം അത് പോസിറ്റീവായിട്ടും വന്നു. അപ്പം കുട്ടിക്ക് ഡൗൺ സിൻഡ്രോം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ആ ഒരു സമയത്ത്. അപ്പം ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാനിങ്ങും 4 മാസമാകുമ്പോൾ സ്കാനിങ്ങും ചെയ്യാം. അതേപോലെ തന്നെ ഈ ഇപ്പോൾ ചെയ്ത ബ്ലഡ് ടെസ്റ്റിൻ്റെ ഒരു ഹയർ ടെസ്റ്റും കൂടെ ഉണ്ട്. ആ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും ബേബിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയെന്ന്. അങ്ങനെ ആ ടെസ്റ്റ് കൊടുത്തു. ആ ടെസ്റ്റിന് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ടെസ്റ്റായിരുന്നു അത്. അങ്ങനെ അത് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് വരാൻ 20 ഡേയ്സ് എടുക്കും. അപ്പം എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വൃത്തികെട്ട 20 ദിവസങ്ങളായിരുന്നത്. കാരണം എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വരും. കാരണം ആ ഒരു 20 ദിവസം എന്ന് പറയുന്നത് ഞാൻ അനുഭവിച്ച വേദന. ആ ഒരു സമയത്ത് 20 ദിവസങ്ങളിൽ ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. ഈ കുഞ്ഞു പിള്ളേർ അബോഷനൊക്കെ ആയി പോകത്തില്ല, ആ അമ്മമാരെങ്ങനെയായിരിക്കും ആ വേദന സഹിക്കുന്നത്, ആ മനസ്സിൻ്റെ വേദന എങ്ങനെ സഹിക്കും. അതേപോലെ തന്നെ കുഞ്ഞ് ജനിച്ച ഉടനെ കുഞ്ഞ് മരിക്കുന്ന അമ്മമാരുണ്ട്, അവരെങ്ങനെയായിരിക്കും അത് ഉൾക്കൊള്ളുന്നത്. ആ ഒരു സമയത്താണ് എൻ്റെ മോനെ ഞാൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് ആ ഒരു 3 മാസം ഉള്ളപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമം വരും. ആ ഒരു 20 ദിവസം ആ റിസൾട്ട് കേൾക്കാനായിട്ട് തള്ളി നിൽക്കുന്നത്. കുഞ്ഞ് നമ്മുടെ വയറ്റിലുണ്ട്, പക്ഷെ ആ കുഞ്ഞിൻ്റെ അടുത്ത് നമുക്കൊന്ന് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്കറിയത്തില്ല ഇത് നമുക്ക് വിധിച്ചിട്ടുള്ള കുഞ്ഞാണോ അല്ലയോ എന്ന്. ആ ഒരു അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയാണ്.